നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ കൈ പിടിച്ച് അളവ് നോക്കാൻ നീ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ദിവ്യയുടെ കൈ പിടിച്ച് അളവ് നോക്കിയതാ. നീ എന്നെ തെറ്റിദ്ധരിച്ചു. ദീപക്, ഇനി ഇങ്ങനെയുള്ള വേഷം കെട്ടലുകൾ അവളോട് ഇറക്കിയെന്ന് ഞാൻ അറിഞ്ഞ അച്ഛനോട് ഞാൻ എല്ലാം പറയും. ശരി, ഇനി ഞാൻ അങ്ങനെ ഉണ്ടാവാൻ നോക്കാം. പക്ഷെ ഞാൻ എങ്ങനെ നിനക്ക് വള വാങ്ങി തരും? നിന്റെ കൈൻ്റെ അളവ് നീ ഒന്ന് കാണിച്ചേ. ദീപക്, എന്തിത്? എന്റെ കയ്യിൽ പിടിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായോ? ഈ ദീപക്കിന്റെ ധൈര്യം നീ അണക്കാൻ നിൽക്കണ്ട. അതൊക്കെ പോട്ടെ, നീ എങ്ങോട്ടേ പോ? നീ ആ രാജുവിന്റെ വീട്ടിലേക്ക് ട്യൂഷന് വേണ്ടി പോവാണോ? അതെന്തായാലും നിനക്കെന്താ? ട്യൂഷന് പോയിട്ട് നീ വേഗം വാ, നമുക്കൊന്ന് കറങ്ങാൻ പോവാ. നിന്റെ കൂടെയോ? അതും ഞാൻ സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഓ, ആ രാജുവിന്റെ കൂടെ കറങ്ങി നടക്കാൻ നിനക്ക് യാതൊരു മടിയില്ല. ആഫ്റ്റർ ഓൾ ഒരു വേലക്കാരന്റെ കൂടെ കറങ്ങി നടക്കാറുള്ള നിനക്ക് നിന്റെ മുറച്ചെറുക്കനായ എന്റെ കൂടെ കറങ്ങാൻ വരാൻ എന്താണ് ഇത്ര മടി? ദീപക്, നിന്റെ ആഗ്രഹം നിന്റെ മനസ്സിലിരിക്കുകയുള്ളൂ. നിന്റെ കൂടെ ഞാൻ എവിടേക്കും വരില്ല. നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അയ്യോ, സോറി രാജു. എന്താ മേഡത്? നോക്കി നടക്കണ്ടേ? സോറി, എക്സ്ട്രീംലി സോറി. രാജു എന്താ വരാൻ ഇത്രയും വൈകിയേ? അത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു മേഡം. ശരി, വാ നമുക്കിറങ്ങാം. രാജു, ട്യൂഷന് പോവാണോ? ആ അതെ സർ. ഇതുവരെ നീ എനിക്ക് തന്നിട്ടുള്ള വാക്കുകളൊന്നും നീ പാലിക്കാതിരുന്നിട്ടില്ല രാജു. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ ഒട്ടും കോൺഫിഡന്റ് അല്ല. സർ, ഞാൻ കോൺഫിഡന്റ് ആണ്. രതിക മേഡം എക്സാമിന് ജയിക്കും, അതെനിക്ക് ഉറപ്പാ. ലെറ്റ്സ് സീ. ഞങ്ങൾ ഇറങ്ങാം. ഈ പുതിയ ബെഡ്ഷീറ്റുകളും കർട്ടൻസും തലയണയൊക്കെ മാറ്റുമ്പോ തന്നെ രാജുവിന്റെ റൂം വൃത്തിയാവും. അച്ഛനോട് പറഞ്ഞ് വീടിന്റെ പെയിന്റ് ഒന്ന് മാറ്റിക്കണം. മാസം മാസം രാജുവിന്റെ കയ്യിൽ നിന്ന് കാശണ്ണി വാങ്ങുന്നതല്ലേ. മോളെ, നമസ്കാരം സ്വാമി. നമസ്കാരം മോളെ. വലിയ സന്തോഷത്തിലാണല്ലോ. അതെ സ്വാമി, രാജുവിന്റെ വീട്ടിലെ ഇത്തിരി അഴിച്ചുപണികളുണ്ട്. മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകാനുള്ള ശ്രമത്തിലാണല്ലേ? അതെ സ്വാമി. കളങ്കമില്ലാത്ത മനസ്സിലെ ആത്മാർത്ഥമായ ആഗ്രഹം ഒരു ദിവസം പൂവണിയുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ മരുന്നും ആയുധവും. ശരി സ്വാമി. മോളെ, ഒരു മിനിറ്റ്. ഇത് വാങ്ങിച്ചോളൂ. എന്താ സ്വാമി ഇത്? ആദിപരാശക്തിയുടെ ഏറ്റവും വലിയ ശക്തിയും അനുഗ്രഹപ്രധാനിയുമായ സാക്ഷാൽ ത്രിപുരസുന്ദരി ദേവിയുടെ തിരുനടയിൽ സമർപ്പിച്ച നിവേദ്യമാണിത്. ദേവിയുടെ അനുഗ്രഹത്താൽ മോളുടെ ആഗ്രഹം സഫലമായി തീരട്ടെ. മംഗളം ഭവന്തു. നന്ദി സ്വാമി. ഈ ഇരട്ടപ്പഴങ്ങളിൽ ഒന്ന് മോളും ഒന്ന് രാജുവും കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് നടക്കും. സത്യാണോ സ്വാമി? ഒന്ന് പരീക്ഷിച്ചു നോക്കിയോളൂ. അയ്യോ, പരീക്ഷിക്കൊന്നും വേണ്ട. സ്വാമി പറഞ്ഞ എനിക്ക് വിശ്വാസം. ആ വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞത് ചെയ്യൂ. ആഗ്രഹം സഫലമാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.